السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. وعن جابر بن سمرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ألا تصفون كما تصف الملائكة عند ربهم جل وعز. قلنا وكيف تصف الملائكة عند ربهم قال يتمون الصفوف المقدمة ويتراصون بالصف. റവാഹു അബൂ ദാവൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി 661 ഹദീസ് നമ്പറായി റിപ്പോർട്ട് ചെയ്ത ജാബിർ ഇബ്നു സമ്ര റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ വേണ്ടി പോയാൽ ഇമാം ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ പറ്റും. തസ്വിയത്ത് സുഫൂഫുമായി ബന്ധപ്പെടുത്തി സുവൂ സുഫൂഫക്കും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, സുവൂ സുഫൂഫക്കും ഫഇന്ന തസ്ഫിയത സുഫൂഫി മിൻ തമാമിസ് സലാം. നിങ്ങൾ സഫുകൾ ശരിയാക്കണം. ആ സഫുകൾ ശരിയാക്കുക എന്നുള്ളത് തമാമിസ് സലാം, നിസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഒരാൾ വൃത്തിയുള്ള വെടുപ്പുള്ള വസ്ത്രം ധരിച്ചു, ശരീരത്തിൽ നജിസൊന്നുമില്ല, നിസ്കരിക്കുന്ന സ്ഥലത്തില്ല, ഒന്നുമുണ്ട്, സമയമായിട്ടുണ്ട്, ഖിബിലക്ക് നേരെ തിരിഞ്ഞാണ്, ഇമാമാണ്, ജമാഅത്തായിട്ടാണ്, ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ സഫിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പല ആളുകൾക്കും പല അലസതകളും. വന്ന് നിൽക്കുമ്പോൾ ഓടി വന്ന് എവിടെയെങ്കിലും നിന്നാൽ പോരാ. ആ നിൽക്കുന്ന ഇടം, മറ്റൊരാളുടെ കാല് എവിടെയാണ്, ഇമാം എവിടെ നിൽക്കുന്നു, ഇനി ഞാൻ അവിടെ നിൽക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ആ വിഷയത്തിൽ നിരവധി വേറെയുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കും. ഏതായിരുന്നാലും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു സഫിൽ ഇമാമ് മധ്യത്തിലാകുന്ന രൂപത്തിലാണ് ആദ്യം വരുന്നവർ വലത്, പിന്നെ വരുന്നവർ ഇടത് എന്ന രൂപത്തിൽ നിൽക്കേണ്ടത്. ഫാൻ എവിടെയുള്ളത്, ജനലെവിടെ തുറന്നിട്ടുള്ളത്, AC എവിടെ നിൽക്കുന്നത്, അതല്ല മാനദണ്ഡം. മറിച്ച് ഇനി ഞാൻ എവിടെ നിൽക്കണം എന്നുള്ളത് സഫുകൾ നോക്കിയാൽ കാണാൻ പറ്റും. എവിടെയാണ് കുറവുള്ളത്, എവിടെയാണ് കൂടുതലുള്ളത് എന്ന്. അങ്ങനെ സഫിന്റെ എണ്ണം പൂർത്തീകരിച്ചും അതിൻ്റെ അകലങ്ങൾ പാലിച്ചും വളരെ കൃത്യമായി നിസ്കരിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാൻ പറ്റും, ലൗ തഅലമുൻ നാസ മാ ഫി നിദാഇ വസഫിൽ അവൽ. ഒന്നാമത്തെ സഫിന്റെയും ബാങ്ക് വിളിക്കുന്നതിന് ശ്രേഷ്ഠതയും പ്രതിഫലവും അറിഞ്ഞിരുന്നെങ്കിൽ 3 രൂപത്തിലാണ് ഹദീസിൽ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക. ഒന്ന്, നിങ്ങൾക്കിടയിൽ നറുക്കിട്ടെടുക്കും. തിങ്കളാഴ്ച ഇന്നയാള്, ശനിയാഴ്ച ഇന്നയാള്, ലോഹറിന് ഇന്നയാള്, അസറിന് ഇന്നയാള്, അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാക്കും. അതും അല്ലെങ്കിൽ അതിനു വേണ്ടി യുദ്ധം ചെയ്യുമെന്നൊക്കെ ഹദീസിൽ കാണാം. യുദ്ധം ചെയ്യാൻ വാളും പരിചയമൊക്കെ എടുത്തിട്ടൊന്നുമില്ല, മറിച്ച് അതിനുവേണ്ടി മത്സരം, കാരണം എനിക്ക് ആ കൂലി കിട്ടണം എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാ? വളരെ കൃത്യമായി 3 രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഫിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒന്ന്, സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്, ഒരു ഭിത്തി പോലെ, ഒരു സുഷിരമോ ഗ്യാപ്പോ വിടവോ ഇല്ലാത്ത രൂപത്തിൽ അടുക്കും ചുട്ടയോടും കൂടി വളരെ കൃത്യമായി പരിക്കൻ, നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാം, പരിക്കെന്ന് പറയാം. ഈ കട്ടകൾക്കിടയിൽ, താബൂക്കിനിടയിൽ സിമെന്റും അതുപോലെ തന്നെ എംസാൻഡും ഒക്കെ ചേർക്കുന്ന ആ മിശ്രിതം കൃത്യമായ അനുപാതത്തിൽ കുത്തി നിറച്ച് ഫിറ്റ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഭിത്തി ഉറപ്പിക്കുന്നതിന്. അതിനാണ് സഫുൻ കാന്നഹും ബുനിയാൻ മർസൂസ്. മറ്റൊരു ഹദീസിൽ, മറ്റൊരു ആയത്തിൽ നമുക്കൊക്കെ സുപരിചിതമാണല്ലോ, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫൻ. അവിടെ എങ്ങനെ പറഞ്ഞു, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, അണിയണിയായിട്ട്. അങ്ങനെ സഫ് നിൽക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ ആയത്തുകളിൽ നിന്നൊക്കെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ നിന്നുകൂടെ, മലക്കുകൾ നിൽക്കുന്ന പോലെ നിന്നുകൂടെ? നമ്മൾ മലക്കൊന്നും അല്ലല്ലോ. നമ്മുടെ ന്യായീകരണ വേഗം എത്ര പെട്ടതായി ഇബ്ലീസ് നാവുന്ന ആ ഉത്തരം പടർത്തു ചടിക്കുന്നറിയാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന്റെ ഉത്തരവും ഞാൻ നിങ്ങൾ കേൾപ്പിച്ചത്, അലാ തസുഫൂന കമാ തസുഫുൽ മലായികത്തു ഇൻദ റബ്ബിഹിം ജല്ല വ അസ്സ. അജയ്യനും പ്രതാപിയുമായ അള്ളാഹുവിന്റെ അരികിൽ മലക്കുകൾ സൊഫ് നിൽക്കുന്നത് പോലെ സ്വഹാബത്തെ നിങ്ങൾക്ക് സൊഫ് നിന്നുകൂടെ? ഇത് അത്ഭുതകരമായൊരു ചോദ്യം. അള്ളാഹിന്റെ അരികിൽ മലക്കുകൾ നിൽക്കുന്നത് പോലെ
അപ്പോൾ അവർ ചോദിച്ചു, റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അജയ്യനും പ്രതാപിയുമായ അല്ലാഹു തആല അജയ്യനും പ്രതാപിയുമാണ്. ആ അല്ലാഹുവിന്റെ അരികിൽ മലക്കുകൾ എങ്ങനെയാണ് സ്വഫ് നിൽക്കുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതിമ്മൂന സുഫൂഫൽ മുഖദ്ദിമ, ഏറ്റവും മുമ്പിലുള്ള സ്വഫുകൾ അവർ പൂർത്തീകരിക്കും. വയതറാസൗന ഫിസ് സ്വഫ്, സ്വഫുകൾ അവർ അണി ചേർന്ന് നിൽക്കുകയും ചെയ്യും. വിടവില്ലാതെ നിന്ന് ശരിയായ രൂപത്തിൽ കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നാമത്തെ സഫ്, രണ്ടാമത്തെ സഫ് ഇങ്ങനെ പൂർത്തീകരിച്ചു നിൽക്കും. ഇങ്ങനെ നിങ്ങൾക്ക് നിന്നുകൂടെ, അണിയെ ശരിയാക്കി സഫുകൾ ക്രമീകരിച്ച് നിന്നുകൂടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. അന്ന് സ്വഹാബത്തിനോടായിരുന്നെങ്കിൽ ഇത് നമ്മളോടാണ് എന്ന് മാത്രം. നമുക്ക് അതിന്റെ മറുപടി നൽകേണ്ടത് എങ്ങനെയാ? ശരി, ആയിക്കോട്ടെ റസൂൽ എന്ന് പറയലല്ല, മറിച്ച് നമുക്ക് ഓർമ്മ വെച്ച് ഒരു സഫിലെത്തുമ്പോൾ ഈ ഒരു ധാരണ നമ്മുടെ മുമ്പിലുണ്ടായി കൃത്യമായി അകലം പാലിച്ച് ആ രൂപത്തിൽ നിന്ന് നിസ്കരിച്ച് അതിന്റെ പ്രതിഫലം കിട്ടാവുന്ന രൂപത്തിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും പരിഹരിച്ച് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചവ മുഴുവനും ഇരുലോകത്തും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ വിശ്വാസിനികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലും കാമിലുമായ ശിഫയും ആഫിയത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങളും ദിക്റുകളും ഔറാദുകളും നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.